ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാങ്ങയിട്ട മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായി മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി, നീളത്തിൽ കൊത്തിയരിഞ്ഞത്, 4-5 പച്ചമുളക്, പുളിയുള്ള മാങ്ങ 1.5 അല്ലെങ്കിൽ 2 വീതം എടുക്കാം. പുളി കുറഞ്ഞതാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 2-3 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തേങ്ങയുടെ 2/2 പാൽ ചേർക്കണം. 2/2 പാൽ, 1/4 പാൽ ഒരിക്കലും ആദ്യം ചേർക്കരുത്. 2/2 പാൽ നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്ത് ചേർക്കുക. മല്ലിപ്പൊടി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശേഷം അടച്ചു വെച്ച് തിള വരാനായി വെയിറ്റ് ചെയ്യുക. തിള വന്നതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ചേർക്കുക. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ തീ ഇടണം, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും. അതേപോലെ തന്നെ കഷ്ണങ്ങളിൽ ഒന്നും പിടിക്കുകയില്ല, പൊടികളൊന്നും പിടിക്കില്ല. തിള വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്നു നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് വീണ്ടും ചേർക്കാം. ഒന്ന് തിള വന്നാൽ, അടച്ചു വെച്ച് ഒന്ന് തിള വന്നാൽ ചെറിയ ഉള്ളി 5-6 എണ്ണം ചതച്ചത് ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ മാങ്ങയിട്ട മീൻകറിക്ക് നല്ല ടേസ്റ്റാണ്. ഒരിക്കലും അരച്ച് ചേർക്കരുത്, ചതച്ചിട്ട് ചേർക്കുക. അവസാനം വെന്തതിന് ശേഷം മാത്രം തേങ്ങയുടെ 1/4 പാൽ ചേർക്കുക. 1/4 പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്, ചൂടായാൽ ഓഫാക്കുക. അതിനുശേഷം കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർക്കാം. ഉലുവപ്പൊടി ചേർത്താൽ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ്. അവസാനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയ ഉള്ളി വറവിടാം, അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഉലുവപ്പൊടി ചേർക്കാൻ മറക്കരുത്, അത് നല്ല ടേസ്റ്റ് തരുന്നതാണ് മീൻകറിക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്